ജനസാഗരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സമർക്കത്തിന്റെ വിളിക്കുത്തരം നൽകി ദിഗന്ധങ്ങൾ ഭേദിച്ചുകൊണ്ട് പാരാവാരം കരയ്ക്ക് ശുഭ്രസാഗരമായി കടന്നെത്തിയ SKSSFന്റെ ഐതിഹാസികമായ സിൽവർ ജൂബിലിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ കേരള മുസൽമാന്റെ മനസ്സാകുന്ന കൊട്ടാരത്തിലെ രാജകുമാര അസയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആദരപൂർവം അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സമാദരണീയരായ അധ്യക്ഷർ, ബഹുമാനമുള്ള നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ ആനക്കര മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, PK കുഞ്ഞാലിക്കുട്ടി, പള്ളി മുഹമ്മദ് ഫൈസി, ഈ വേദിയിലും സ്റ്റേജിലുമെല്ലാം തന്നെ ഉപേക്ഷിതരായ SSFന്റെ സംഘാടകർ, ഭാരവാഹികൾ, MLA-മാർ, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, ഇവിടെയുള്ള നമ്മുടെ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഇവിടെ വന്ന് നമ്മുടെ വടകരയിലെ ഏറ്റവും വലിയ കണ്ണ് പോരുമില്ലാത്ത നമ്മുടെ പ്രിയ സുഹൃത്ത് നവാസ് നിസാർ, അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ച് നമ്മോട് വിട പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും മറ്റ് മരണപ്പെട്ടവർക്കും മർഹമത്തും മാഫിറും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീതിബോധത്തിൻ്റെ നിതാന്ത ജാഗ്രത എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന SKSSF സിൽവർ ജൂബിലി സമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു. സമൂഹത്തിൻ്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടി ഇനിയും കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ ഇസ്ലാമിക പ്രവർത്തന രംഗത്തെ ഒരു നിർണായക ഘട്ടത്തിലാണ് SKSSF രൂപീകരിക്കപ്പെടുന്നത് എന്ന് ഏവർക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾ വിദ്യാർത്ഥി യുവജനങ്ങൾ മുഖേന പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് SKSSF ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. മലയാളക്കരയിൽ സുന്നി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച് ഒരു സംഘടന രൂപീകരിക്കുക എന്നത് മഹാന്മാരായ നമ്മുടെ മൺമറഞ്ഞുപോയ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ സാദാത്തുക്കളുടെയും എല്ലാം തന്നെ ഒരഭിലാഷമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നവർ നമ്മോടൊപ്പമില്ല. അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. ബഹുവന്ദരായ നമ്മുടെ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറ, ശംസുൽ ഉലമ കോട്ടുമല ഉസ്താദ്, മാൻ മുസ്ലിയാർ, ഹൈദുറസ് മുസ്ലിയാർ, ബഷീർ മുസ്ലിയാർ, വന്യ സഹോദരൻ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ KV കുറ്റനാട് ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ KK അബൂബക്കർ ഹസ്ര, ഇവർക്കെല്ലാം അള്ളാഹു മർഹമത്തും മാഫിറും നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ദീനിനും സമൂഹത്തിനും അന്തസ്സ് വാരുന്ന ഒരു യുവ SKSSF മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ഇവിടെയുള്ള ഈ ജനസാഗരം, ഈ മഹാജനസാഗരം വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങളുടെ നിലവിളിയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉയർന്നു കേൾക്കുന്നത്. എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുന്നു. വർഗീയ ഭീകരവാദ സംഘടന അക്രമത്തിനിരയാകുന്നതും സാധാരണക്കാരാണ്, നിരപരാധികളാണ്. വലിയവൻ ചെറിയവനെ തകർക്കുന്നു,
കരുത്തൻ ബലഹീനനെ കീഴടക്കുന്നു. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും മേൽക്കോയ്മയ്ക്ക് വേണ്ടി നടക്കുന്ന കയ്യേറ്റങ്ങൾ ലോക രാഷ്ട്രീയത്തിൻ്റെ ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മതപരവും ജാതീയവുമായ വിരോധത്തിൻ്റെ കൂട്ടക്കൊലകൾ മനുഷ്യത്വത്തിൻ്റെ എല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും വൃദ്ധന്മാരോടും പോലും ദയ കാണിക്കാതെയാണ് ക്രൂരതകൾ ഇന്ന് എല്ലായിടത്തും നടമാടുന്നത് എന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. നിഷേധിക്കാൻ സാധിക്കയില്ല. ഇസ്രായേൽ അമേരിക്കൻ സഖ്യം പലസ്തീൻ നടത്തുന്ന കുരുതികളും ഇറാഖിലും അഫ്ഗാനിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരമേധങ്ങളും കൊടിയ അനീതിയുടെ അടയാളമായി നമ്മുടെ മുന്നിലുണ്ട്. മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത്, ഭാരതത്തിൽ പോലും ചില ശക്തികൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ചെയ്തികളെ ലോകം അപലപിക്കുന്ന കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ സന്ദർശിച്ച മടങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ വിമർശനങ്ങൾക്ക് ശക്തമായ ഒരു മറുപടി പോലും പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറായില്ല. ആഴ്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യത്തിലെ മൗനം വെടിഞ്ഞത്. ഗാന്ധിജിയും നെഹ്റുവും അംബേദ്കറും ഉൾപ്പെട്ട രാഷ്ട്രശില്പികളുടെ സ്വപ്നമായിരുന്നു തുല്യ നീതി നടപ്പാക്കുക എന്ന അവരുടെ അഭിലാഷങ്ങൾ. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇവിടുത്തെ ജനത ശബ്ദങ്ങളായി പുലർത്തി വരുന്ന വിശ്വാസ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും ഹനിക്കാൻ നേതൃത്വം നൽകുന്നത് രാജ്യം ഭരിക്കുന്ന സർക്കാർ തന്നെ ആണെന്ന് വരുന്നതിലന്യായം മറ്റെന്താണ്? ഒരിക്കലും തന്നെ നീതിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ധിക്കാരം നിറഞ്ഞ ഗർവാപസി പൗരൻ ഏത് വിശ്വസിക്കണമെന്ന് സർക്കാർ ഒരിക്കലും തന്നെ തീരുമാനിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. രാഷ്ട്രപിതാവിനെ തള്ളിപ്പറയുകയും രാഷ്ട്രപിതാവിൻ്റെ ഘാതകന് പ്രതിമ നിർമ്മിക്കുകയും ചെയ്യുന്ന നിലപാട് ആരുടേതായാലും അംഗീകരിക്കാനാവില്ല. വഴിവിട്ട അതിരുകടന്ന ആഘോഷങ്ങളും നിർമ്മബോധമില്ലാത്ത സാമൂഹിക ജീവിതവും നമ്മുടെ സംസ്കാരത്തിന് തീരെ മീതെ കരിനിയൽ പരത്തി കഴിഞ്ഞിരിക്കുന്നു. പിഞ്ചു പൈതങ്ങൾ പോലും മനുഷ്യൻ്റെ ആർത്തികൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സ താങ്ങാനാവാതെ സാധാരണക്കാർ വരയുന്നു. വീട് നിർമ്മാണവും മക്കളുടെ വിവാഹവും അസാധ്യമാകുന്നു. അനിയന്ത്രിതമായ ദുർവ്യയവും ആഡംബരങ്ങളും സമൂഹത്തെ തകർക്കുന്നു. ധാർമ്മിക നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾ. സമത്വം, സാഹോദര്യം, നീതി, സഹിഷ്ണുത, ധർമ്മം, അചഞ്ചലമായ ദൈവ ഭയം എന്നിവ എല്ലാം തന്നെ യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് പരസ്പര സഹായത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളങ്ങളാണ്. അതേപോലെ തന്നെ ഈ രാജ്യത്ത് നാം ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി തന്നെ ഇവിടെ ജീവിക്കേണ്ടത് ഈ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോകമെങ്ങും അനീതിയുടെയും അക്രമത്തിൻ്റെയും കണക്കുകൾ ഇസ്ലാമിൻ്റെ ചെലവിൽ എഴുതി വെക്കുവാൻ പലരും വെമ്പൽ കൊള്ളുന്നത് നീതിയുടെ മതം എന്ന ഇസ്ലാമിൻ്റെ മഹത്വം കെടുത്തിക്കളയാനാണ്. ആരെങ്കിലും ഒരുക്കുന്ന പ്രകോപനത്തിൻ്റെ വലയിൽ വിശ്വാസികൾ വീഴാൻ പാടില്ല. വർഗീയതക്കും ഭീകരവാദത്തിനും ഒരിക്കലും തന്നെ മതമില്ല. അതിക്രൂരമായ മനുഷ്യഹത്യക്ക് ഇസ്ലാമിൻ്റെ നിറവും ന്യായീകരണവും നൽകാൻ ശ്രമിക്കുന്നവർ ദീനിൻ്റെ ശത്രുക്കളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ക്ഷമാശീലരും ജാഗ്രതയുള്ളവരുമാവേണ്ടതുണ്ട്. പ്രകോപനമുണ്ടാക്കി വിശ്വാസികളെ തെരുവിൽ അങ്ങനെ നശിപ്പിക്കുവാനുമാണ് പ്രകോപനമുണ്ടാക്കി നിഷിദ്ധ താൽപ്പര്യക്കാരുടെ ലക്ഷ്യം. അതിനെ ഒരിക്കലും തന്നെ ബുദ്ധി കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. ശാന്തിയും സമാധാനവുമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര. തയ്യാറാവാത്തവരെ അള്ളാഹു മാറ്റുകയില്ല എന്ന ആ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നന്മയുടെ പ്രചാരകന്മാരും സമൂഹത്തിൽ ഐക്യവും സമാധാനം സൃഷ്ടിക്കുവാനും ദൈവിക
ബോധമുള്ള ചെറുപ്പക്കാരുടെ നിര മുന്നോട്ട് വരണം. കഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ കാരുണ്യമായി എത്തണം. നല്ല വിജ്ഞാനവും നല്ല സമ്പത്തും നല്ല പെരുമാറ്റവുമാണ് വിശ്വാസിയിലുണ്ടാവേണ്ട പ്രധാനമായ ക്ഷമയും സഹനവും പ്രതിഫലം നൽകും. സമൂഹത്തിനും നീതിബോധമുള്ള സമൂഹത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിലുള്ള ദൃഢമായ വിശ്വാസം മാത്രമാണ് അതിന് അവലംബം. ശക്തൻ ദുർബലനെ കീഴടക്കുന്ന പ്രത്യേക ചിന്തക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കുവാൻ അറിവുള്ളവർ തയ്യാറാവണം. നന്മയുടെ മാർഗത്തിലെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. ഇവിടെ മതേതര ജനാധിപത്യ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഇവിടെ ഒന്നിക്കേണ്ട ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെയും മതേതരത്തിൻ്റെയും ആ മതിൽ തകർത്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാവ്യവൽക്കരണം നടത്തുകയാണെങ്കിൽ രാജ്യത്ത് തന്നെ വളരെയധികം സംഘടനയ്ക്കെല്ലാം തന്നെ മാതൃകയായിക്കൊണ്ട് നമ്മുടെ SKSS വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ഈ മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതേ ഏതെങ്കിലും വിധേനയുള്ള പല പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഈ നശീകരണ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വിദ്യാർത്ഥി സംഘടന പോലെയുള്ള ഒരു സംഘടനയല്ല നമ്മുടെ ഈ സംഘടന. ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. SKSSന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ സദസ്സ് വ്യക്തമാക്കുന്നത്. നല്ല പ്രവർത്തനങ്ങൾ നടത്തിയാൽ സമുദായം എന്നും കൂടെ ഉണ്ടായിരിക്കുന്നതിൻ്റെ തെളിവുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആഭാഗ്യത്തങ്ങളും മഹാനായ എൻ്റെ വന്യപിത പുക്കോയ തങ്ങളും കണ്ണിയത്തും ശംസുലമയും ഈ സമുദായത്തിൽ വളർത്തിയെടുത്ത വിശ്വാസമാണ് ഈ ജനക്കൂട്ടത്തെ ഇവിടെ എത്തിച്ചത് എന്ന ആ പൂർവ്വകാല ചരിത്രം നാം ഒരിക്കലും തന്നെ മറക്കാൻ പാടില്ല എന്ന് ഈ തരുണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമുദായ നേതൃത്വവും പണ്ഡിത നേതൃത്വവും ഒന്നിച്ചുകൊണ്ട് ഇവിടെ നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മിവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തെ അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റഹ്മാൻ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി. അസ്സലാമു അലൈക്കും.